നമസ്കാരം. ലോക കേരള സഭ തട്ടിക്കൂട്ട് മാമാങ്കം. ലോക കേരള സഭയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കഴിഞ്ഞ കാലങ്ങളിലെ ലോക കേരള സഭയുടെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണമെന്നാണ് കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. ലോക കേരള സഭ തട്ടിക്കൂട്ട് മാമാങ്കമാണെന്നും അതുകൊണ്ട് കേരളത്തിനൊരു പ്രയോജനവുമില്ലെന്നാണ് കെ. സുരേന്ദ്രൻ പറഞ്ഞത്. കേരളത്തിലെ ഇരുമുന്നണികളും പ്രവാസികളെ കറവ പശുക്കളായിട്ടാണ് കാണുന്നതെന്നും ലോക കേരള സഭ കൊണ്ട് പ്രവാസി മലയാളികൾക്ക് എന്ത് ഗുണമുണ്ടായെന്നും സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സർക്കാരിന് സാധിച്ചോ? ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണാൻ പോലും മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നില്ല. എന്ത് നിക്ഷേപമാണ് കേരളത്തിന് ഉണ്ടായത്? ലോക കേരള സഭയിൽ പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡം എന്ത്? നിക്ഷേപകരെ ആകർഷിക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്തു? അദ്ദേഹം ചോദിച്ചു. ഓരോ വർഷവും സംരംഭകർ കേരളത്തിൽ നിന്ന് ഓടുകയാണ്. വ്യവസായം തുടങ്ങുന്നവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടത്. കുവൈറ്റിൽ പോയി സഹായം ചെയ്യാനായിട്ടല്ല വീണ ജോർജിനെ അയക്കാൻ തീരുമാനിച്ചത്. ആശ്വസിപ്പിക്കാൻ പോയവരെ തടഞ്ഞു എന്ന് വൈകാരിക തലം സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും കെ. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. കേരളം ഒരു സ്വതന്ത്ര രാജ്യമായി കാണിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാം വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത്. കേരളം നയതന്ത്ര വിദേശകാര്യ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുകയാണെന്നും കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല കേരളമെന്നാണ് പലപ്പോഴും കേരള സർക്കാരിന്റെ നിലപാട്. UAE കോൺസുലേറ്ററുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ, റെഡ് ക്രോസുമായിട്ടുള്ള ഇടപെടൽ എന്നിവയുടെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമാക്കിയതാണ്. UAE കോൺസുലേറ്ററുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ, റെഡ് ക്രോസുമായിട്ടുള്ള ഇടപെടൽ എന്നിവയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമായതാണ്. അമിതാധികാര പ്രയോഗമാണ് സർക്കാർ നടത്തുന്നത്. അത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുകയാണ്. ഇന്നലെ 2 പ്രവാസി സുഹൃത്തുക്കളുടെ സംസ്കാര ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നിട്ടും അവിടേക്ക് പോവാതെ ലോക കേരള സഭയുടെ ഡിന്നർ കഴിക്കാനാണ് മുഖ്യമന്ത്രി പോയതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു.